ഈ ഭാഗത്തൊക്കെ ഈ ചുവരൊക്കെ പൂർണ്ണമായും തകർന്ന് താഴേക്ക് ഇടിഞ്ഞു പോയിട്ടുണ്ട് എന്നതാണ്. ഇപ്പോഴും പുകച്ചുരുളുകൾ മാറിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ കാണുന്ന ഒരു പെട്ടി പോലെ ഒന്ന് ആ ഭാഗത്ത് കാണാം. ഒരു തട്ടിൻ പുറത്ത് എന്തെങ്കിലും സൂക്ഷിച്ചു വെച്ച പെട്ടിയാകാം. ആ പെട്ടി അവിടെ ഇങ്ങനെ കത്തിക്കരിയുന്നതാണ് ദൃശ്യങ്ങളുള്ളത്. ഒരു സലാമാബാദ് എന്ന ഇന്ത്യയുടെയും പാക് അധിനിവേശ കശ്മീരിന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി മേഖലയിലെ അവസാന ഗ്രാമമാണിത്, സലാമാബാദ്. ഇത് കൃത്യമായ അരുൺ പറഞ്ഞതുപോലെ ആർമിയുടെ, കരസേനയുടെ, ജമ്മു കാശ്മീർ പോലീസിന്റെ ഒക്കെ അനുമതിയോടുകൂടിയാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയത്. അരുൺ, തീർച്ചയായിട്ടും ഇന്ത്യയുടെ സൈന്യം ഉറക്കമുളച്ചിരുന്ന് ഒരു പാകിസ്ഥാൻ സിവിലിയന്റെയും ദേഹത്തൊരു മണൽ പോലും വീഴാതെ, ഒരു തരത്തിലുള്ള ആക്രമണവും ഒരു രക്തവും പാകിസ്ഥാൻ പൗരന്റെ പൊടിയാതെ പാകിസ്ഥാനിൽ 9 സർജിക്കൽ സ്ട്രൈക്ക് നടത്തി മടങ്ങി വന്നതാണ് ഇന്ത്യൻ സേന. അതിന് മറുപടിയായി പാകിസ്ഥാൻ ചെയ്തതോ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിലേക്ക് ഷെല്ലാക്രമണം നടത്തുക, അവിടെയുള്ളവരെ വെടിവെച്ചു വീഴ്ത്തുക. 10 പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ലോകം ഇത് കാണണം. പാകിസ്ഥാന്റെ അതിക്രമം കാരണം സിവിലിയനു നേരെ, പാകിസ്ഥാനിലെ ഇന്ത്യയിലെ നിരായുധരായ മനുഷ്യർക്ക് നേരെ പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് നിറയൊഴിക്കാൻ മടിക്കാത്ത ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ പട്ടാളം ചെയ്തു കൂട്ടിയതാണ്. ഇതേതെങ്കിലും ഭീകരവാദി ചെയ്തു കൂട്ടിയതല്ല. ഇത് നമുക്ക് നിസ്സംശയം പറയാം, ഇത് ഭീകരവാദികളുടെ ഷെല്ലാക്രമണമല്ല, പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഷെല്ലാക്രമണമാണ് എന്ന് പറയേണ്ടി വരും. പഹൽഗാമിൽ ഭീകരവാദികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ പോരാടി, എന്നിട്ട് അതിർത്തിയിൽ വരുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഷെല്ലാക്രമണമാണ് ആദിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സലാമാബാദിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിലെ സാധുക്കളായ നിരായുധരായ പൗരന്മാർക്കു നേരെ, സിവിലിയനു നേരെ പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ലോകം കാണുന്നത്. പേടിച്ചു വിറച്ച പാകിസ്ഥാൻ, മനോനില നഷ്ടപ്പെട്ട പാകിസ്ഥാൻ, ആശങ്കപ്പെട്ട പാകിസ്ഥാൻ, സർവവും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന പാകിസ്ഥാൻ, ഇനി അടുത്ത നീക്കം എന്തെന്നറിയാതെ ആശങ്കപ്പെടുന്ന പാകിസ്ഥാന്റെ നീക്കമാണിത്. അതിൽ അരുൺകുമാർ ഇവിടെയുള്ള ഒരു പ്രദേശവാസിയാണ്. അദ്ദേഹം നമ്മോട് കുറച്ച് കാര്യങ്ങൾ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാ ഹോഗാ? देखो, आप देख रहे हो विजुअल में क्या होगा. पाकिस्तान ने कल बिला इश्तियाल फायरिंग करके, आर्टी फायरिंग करके, जो रात के 2:30 बजे जो है पाकिस्तान ने बिला इश्तियाल फायरिंग करके, आप विजुअल में देख रहे हो मकान बिल्कुल जल गए हैं. लोग, ये फैमिली पूरी दहशत में है, पूरा इलाका जो है ये दहशत में है. और ये सारे लोग इस वक्त अंदर में बिल्कुल अपने घरों में थे, अपने घरों में बिल्कुल अपनी फैमिली के साथ सोए थे आराम से. जब इनको ये पता लगा तो ये दौड़े, दाएं बाएं रंगे और इनको ये जख्मी हो गए. ये बेचारे बेबस लोग हैं, बेसहारा लोग हैं. यहाँ से अपना किसी तरह इन्होंने शिफ्ट करके यहाँ पे ये नेहरा बाय हॉस्पिटल इनको एडमिनिस्ट्रेशन ने पहुँचाया. बहुत ज़्यादा यहाँ पे इतना आवाज़ आता है कि हमारे बच्चे, हमारे हार्ट पेशेंट जो हैं वो बिल्कुल वैसे ही मर जाएंगे जितनी आवाज़ होती है यहाँ आटी चलेंगे. बहुत ज़्यादा आवाज़ आता है, बहुत ज़्यादा. धमाका होगा? धमाके का तो यहाँ कोई हिसाब नहीं है. 50, 100 कोई गिनती नहीं है कितने लोगों को यहाँ पे. बहुत ज्यादा, 100 से भी ज्यादा. 100-ലധികം ഷെല്ലാക്രമണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് फिर ये घर वाला निकल गया. बिल्कुल ये घर वाले निकले क्या. ये जैसा आवाज आई इनको, इनके घर को डायरेक्ट हिट किया पाकिस्तान के गोले ने. जब हिट किया इनको पता लगा कि बिल्कुल अब आग लग गया. जो ये रिंगे, दाएं बाएं भागे, इधर भागे उधर भागे, कोई जख्मी हो गए, कोई गिर गए. वो बेचारे अपने इस घर में कौन है? उस घर में जो भी इस घर में फैमिली थी वो सारी की सारी शिफ्टेड टू बारामूला हॉस्पिटल. अभी हॉस्पिटल में उनकी ट्रीटमेंट चल रही है. वो डर में हैं, इंजर्ड हैं सारे के सारे, और बेचारे खौफ में हैं, डर में हैं. इस डर में है कि हमारा क्या बनेगा. आशाना तो जो था, उनकी जो जमा की हुई पूंजी थी वो तो खत्म हो गई, लेकिन अब उनको अपना खुद का डर है बहुत ज्यादा. अभी गाँव वाला का क्या लगता है? डर लगता है बहुत ज्यादा. दहशत में लोग, डर में, बच्चे परेशान हैं. बिल्कुल हमारे जो पेशेंट हैं, बीमार लोग हैं, वो बिल्कुल वैसे ही उस आवाज से और सुनने से ही उनका जो है वो हार्ट बैठ जाएगा. सब गाँव खाली होगा. बिल्कुल गांव तो खाली हो गया. भाग रहे हैं लोग, कोई कहीं भाग के जा रहे हैं. इनके लिए कोई सुविधा तो है नहीं. अपने आशाने बनाए हैं, अपना सारा जमीन आप देख रहे हो. ഈ ശബ്ദം കേട്ട ഉടനെ വലിയ ഈ പ്രായമായ ആളുകളുണ്ട്, ഹൃദ്രോഗികളുണ്ട്, ഇവരൊക്കെ മരിക്കുന്ന സ്ഥിതിയിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെയുള്ളവരെല്ലാവരും വീടുകൾ ഒഴിവാക്കി. अभी कहा ये गाँव वाला, ये सारे के सारे लोग, कुछ लोग तो यहाँ डटे हैं, लेकिन क्या करेंगे, अभी भी डर में हैं, दहशत में. कुछ भाग गए हैं, कुछ सेफ जगह की तरफ गए. अब गरीब आदमी कहाँ जाएगा? देखो गरीब आदमी अपनी सेफ जगह कहाँ ढूंढेगा? उसके लिए कोई आशाना दूसरी जगह होगा तब जाएगा ना. ഇത് പാവങ്ങൾ എങ്ങോട്ട് പോകും എന്നാണ് ചോദിക്കുന്നത്. ചിലർ ആശുപത്രികളിലാണ് ഇപ്പോഴും ഉള്ളത്.
ഇവിടെയൊക്കെ പൂർണ്ണമായും ഇത് ഒരു മനോഹരമായ ഒരു വീടായിരുന്നു. ഈ പരിസരത്തെ മനോഹരമായ ഒരു വീടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന വീട്. ഇത് പൂർണ്ണമായും ഇതിൻ്റെ മുൻവശം തകർന്നു കിടക്കുന്നതാണ് കാഴ്ചയിൽ കാണുന്നത്. മനോഹരമായി നിർമ്മിച്ചൊരു വീട്. അരുൺകുമാർ അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. 100-100-ലധികമോ എത്രയാണ് ഈ സ്ഫോടനം ഉണ്ടായത്, ഷെല്ലുകൾ വന്നത് എന്ന് പോലും കൃത്യമായി എണ്ണാൻ കഴിയാത്ത വിധത്തിലുള്ള ഷെല്ലാക്രമണമാണ് ഈ സലാമാബാദ് മേഖലയിൽ ഉണ്ടായത്. സലാമാബാദ് ഈ ഒരു വാതിൽ കാണിക്കാം. ഈ ഒരു വാതിൽ ഇവിടെ ഉണ്ടായിരുന്ന വാതിലാണ്, ഈ ഭാഗത്തുണ്ടായിരുന്ന വാതിലാണ്. ഈ വാതിൽ ഈ ഭാഗത്തേക്ക് മറിഞ്ഞു വീഴണമെങ്കിൽ എത്ര ആഘാതത്തിലായിരിക്കണം ആ സ്ഫോടനം, ഷെല്ലാക്രമണം ഉണ്ടായിരുന്നിരിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു പോവുകയാണ്.